വിലായത്ത് ബുദ്ധ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള ഫുൾ റിവ്യൂ ആണ്. എനിക്ക് സിനിമയിൽ മറയൂരെന്ന് പറഞ്ഞ സ്ഥലം, ഇനി ചിലപ്പോൾ ഈ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം ചിലപ്പോൾ ഗംഭീരമായിട്ട്, ഇപ്പം തന്നെ ടൂറിസം സൂപ്പറാണ്, അതുപോലെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി. അതുപോലെ തന്നെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജോയ്. പിന്നെ ഇതിന്റെ സംവിധാനം അടിപൊളി സംവിധാനമാണ്. ജയൻ നമ്പ്യാർ. സ്ക്രിപ്റ്റ് ഇത് ഒരു നോവലാണല്ലോ, ഇന്ദു ഗോപന്റെ നോവലാണ്. എനിക്കിതിനകത്ത് ഏറ്റവും അസാധ്യ പെർഫോമൻസ്, ഈ നടനെ എന്തുകൊണ്ടും മലയാളത്തിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തുമെന്ന് തോന്നിയ ഒരു നടൻ ഷമ്മി തിലകൻ. ഈ സിനിമയുടെ നെടുന്തൂണ് ഗംഭീര പെർഫോമൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് പറയാം. ഒരുപക്ഷെ തിലകന്റെ പല ഷെയ്ഡുകളും തിലകനോടൊപ്പം അഭിനയത്തിന് അസാധാരണ മിടുക്കനാണ് മോനെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഉള്ളൊരു പ്രകടനമാണ് ഇതിനകത്ത്. എനിക്കൊന്ന് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഷമ്മി തിലകന്റെ. പൃഥ്വിരാജ് പോലും ഗംഭീര പെർഫോമൻസ് ആണ്. പൃഥ്വിരാജിനെ കൊണ്ട് ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നു. സെക്കൻഡ് ഹാഫ് പോകുന്നു. നായികയാണെങ്കിലും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നായിക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പല നല്ല കഥാപാത്രങ്ങൾക്ക് നടിമാർക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നതിനകത്ത് ലോകയ്ക്കകത്ത് നമ്മുടെ കല്യാണി പ്രിയദർശന് കിട്ടിയ പോലെ ഇതിനകത്തെ നായിക പ്രിയംവദ എന്ന് തോന്നുന്നു, ആ നായിക ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ്, ഒരു ഇച്ചിരി ബോൾഡായിട്ടുള്ള, നമുക്ക് ബോൾഡ്നെസ് ഫീൽ ചെയ്യും. അനുമോഹൻ ആണെങ്കിലും ഗംഭീര പെർഫോമൻസ് ആണ്. ഇവരെല്ലാം പെർഫോമൻസ് വൈസ് എല്ലാം ഇവരെല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ പ്രമോദ് വെളിയനാട് നല്ല, പുള്ളിയുടെ കുറച്ച് ഹ്യൂമർ പാർട്ടുള്ളതിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടി തമാശയല്ല, രസമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം രസമായിട്ട് പോകുന്നു. പക്ഷെ ലാസ്റ്റ്, അതായത് പടം തീരുന്നതിന്റെ, നമുക്ക് പടം തീർന്ന ഒരു സംതൃപ്തിയായിട്ട് ഇറങ്ങണമല്ലോ, അവിടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഈ ഷമ്മി തിലകനും പൃഥ്വിരാജും കൊണ്ടുവന്ന ഒരു ഗുമ്മുണ്ട്, ഒരു ഗംഭീരമായിട്ട് കൊണ്ടുവന്ന സംഭവം. ഒരു പ്രതിനായകന്റെ നല്ല ഒരു വില്ലന്റെ കുറവ് ഈ സിനിമയിൽ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. വില്ലന്മാരുണ്ട്, കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമില്ലെന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ക്ലൈമാക്സിൽ ആ പഞ്ച് അല്ലെങ്കിൽ ഒരു ഗുമ്മ് നമുക്ക് കിട്ടിയില്ല. അത് മാത്രമാണ് അതിനകത്തൊരു നെഗറ്റീവ്. അതുവരെ ഓക്കെയാണ്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ആവറേജ് സംഭവം, ഒരു അതിഗംഭീരം നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കിത് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു. അതിഗംഭീരമെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് ഈ പ്രതിനായകന്മാരുടെ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പഞ്ച് കിട്ടാത്തോണ്ടായിരിക്കാം എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും ഒരു വൺ ടൈം തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ അതൊരു നല്ല ഗംഭീരമായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ നല്ലതാണ്. ബാക്കി എല്ലാം കൊണ്ടും ഗംഭീരം. ഈ പറഞ്ഞ ഒരു നെഗറ്റീവ്, അത് വലിയൊരു നെഗറ്റീവാണ്, പ്രതിനായകന്മാരുടെ അഭാവം. നല്ലൊരു പ്രതിനായകനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ മറ്റൊരു പൃഥ്വിരാജിന്റെ ലോകമായി മാറിയേനെ.